നായകൻ നല്ല നടനൊക്കെ തന്നെയായിരിക്കും എന്ന് കരുതി ആരെയും അസഭ്യം പറയാനും അധിക്ഷേപിക്കാനും അയാൾക്ക് ആരാണ് അധികാരം നൽകിയത്? രാഷ്ട്രപിതാവ് ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഉമ്മൻചാണ്ടിയെയും VSനെയും വരെയും അധിക്ഷേപിച്ചിട്ടുള്ള വിനായകൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന പോസ്റ്റാണിട്ടത്. അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും അസഭ്യം പറഞ്ഞുള്ള പോസ്റ്റ് വിവാദമായതോടെ അയാൾ അത് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ പിന്നാലെ സ്വയം ന്യായീകരിച്ചും അടൂരിനെയും യേശുദാസിനെയും വിമർശിച്ചും വീണ്ടും FB കുറിപ്പ്. ഇതോടൊപ്പം ന്യൂസ് 18നെയും വാർത്താവതാരക അപർണ കുറുപ്പിനെയും ഭീഷണിപ്പെടുത്തിയും പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തിൽ വിനായകനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. നാട്ടിലുള്ള സകലരെയും വൃത്തികേട് പറയുന്ന ഇയാൾക്കെതിരെ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഗായകൻ KJ യേശുദാസിനുമെതിരെ വിനായകൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കേട്ടാൽ അറപ്പുളവാക്കുന്ന അസഭ്യവർഷമായിരുന്നു. ഇരുവരുടെയും ചിത്രം സഹിതം പങ്കുവെച്ചുകൊണ്ടാണ് നടൻ അധിക്ഷേപം ഉന്നയിച്ചത്. ഇതിന്റെ പേരിൽ ഒട്ടേറെ പേർ വിമർശനം ഉന്നയിച്ചതോടെ അയാൾ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പിന്നാലെ ആ അധിക്ഷേപക്കുറിപ്പിനെ ന്യായീകരിച്ച് വിനായകൻ വീണ്ടും രംഗത്തെത്തി. വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യമാകാതിരിക്കുമോ എന്നും ജുബ്ബയിട്ട് ചെയ്താൽ അടൂർ അസഭ്യമാകാതെയിരിക്കുമോ എന്നും വിനായകൻ ചോദിച്ചു. സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ? സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യം നോട്ടം നോക്കിയ ആളല്ലേ അടൂര്? സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. ഇതോടൊപ്പം ന്യൂസ് 18നെയും വാർത്താവതാരക അപർണ കുറുപ്പിനെയും ഭീഷണിപ്പെടുത്തിയും പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. അപർണയുടെ ചിത്രം പങ്കുവച്ചാണ് ഭീഷണി മുഴക്കിയത്. ഉച്ചയ്ക്ക് 1:30 ദ്വയാർത്ഥത്തോടെ അപർണയുടെ ചിത്രം മാത്രം പങ്കുവച്ചെങ്കിൽ പിന്നീട് അത് പിൻവലിച്ച് കൂടുതൽ രൂക്ഷമായ രീതിയിൽ വെല്ലുവിളി മുഴക്കുന്നുണ്ട്. അതിനിടെ KJ യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ അസഭ്യം വിളിച്ച സംഭവത്തിൽ വിനായകനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് NS നുസൂറാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പ്രമുഖർക്കെതിരെ ഇത്തരത്തിൽ അവഹേളനം നടത്തുന്നത് അദ്ദേഹത്തിന് ഹരമാണ്. വിനായകന്റെ മാനസിക നില പരിശോധിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും DGPക്ക് നൽകിയ പരാതിയിൽ നുസൂർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി.